റവന്യൂ വകുപ്പിന്റെ കീഴിലല്ല ഇത് വരുന്നത്. കാരണം കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കേണ്ടത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ്, മൈനോറിറ്റി വകുപ്പാണ്. ആ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ വകുപ്പ് മറുപടി കൊടുത്തിട്ടുണ്ട്. ആ വകുപ്പ് അറിഞ്ഞാൽ മതി. റവന്യൂ വകുപ്പ് അറിയേണ്ട കാര്യമില്ല. റവന്യൂ വകുപ്പിന്റെ കീഴിൽ അണ്ടർ സെക്രട്ടറിയുടെ കീഴിലാണ് ഈ വകുപ്പിനുമായി ബന്ധപ്പെട്ട കാര്യം കൈകാര്യം ചെയ്യുന്നത്. അതിൽ വന്ന ഒരു തെറ്റിദ്ധാരണയാണ്. അപ്പോൾ സെക്രട്ടറിയും മന്ത്രിയും അറിഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് അഫിഡവിറ്റ് കൊടുത്തിട്ടുള്ളത്. അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാണ്, അല്ല റവന്യൂവിന് അതിന് യാതൊരു റോളും ഇല്ല. അല്ല, എനിക്കത് മനസ്സിലായില്ല. കാരണം ഇന്നും ഇന്നലെ കണ്ടു അവർ ചെയ്ത കാര്യങ്ങളെ കുറിച്ച്. കാരണം നിലവിൽ നിയമനം നടത്തേണ്ട 2 ഒഴിവുകളിലേക്ക് നിയമനം നടത്താനുള്ള ഉത്തരവ് ഞങ്ങൾ നൽകും എന്ന് LDF പറഞ്ഞു എന്നുള്ള വാർത്ത ഇന്നലെ പത്രങ്ങളിൽ കണ്ടു. നിങ്ങൾ ശ്രദ്ധിച്ചോ എനിക്കറിയില്ല. അപ്പോൾ LDF ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇതിനകത്ത് സെൻട്രൽ ആക്ട് എന്താണ്, ആ സെൻട്രൽ ആക്ടിൽ പറയുന്ന നിയമങ്ങൾ എന്താണ്, ഇന്ന ക്ലോസുകൾ എന്താണ്, ആ ക്ലോസുകളെ കുറിച്ചാണ് മെൻഷൻ ചെയ്ത് കൊടുത്തത്. അത് ഞങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിലും സെൻട്രൽ ആക്ടിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു മാറ്റം വരുത്താൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങളാണ്, പ്രത്യേകിച്ച് കോൺഗ്രസ് ആണ് ഈ ഒരു കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തത്. വഖഫ് ബോർഡിൽ ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ വെക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന് വ്യത്യസ്തമായ അഭിപ്രായമാണ്. ഒരു കാര്യത്തിൽ അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ BJP ഗവൺമെന്റ് നിലപാട്. അപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടാണ് ഇപ്പോഴും ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾക്കതിൽ കോംപ്രമൈസ് ഇല്ല. ഈ കോടതിയിലെ അഭിഭാഷകൻ സ്വീകരിച്ച നിലപാട് ഒരു വീഴ്ച പറ്റിപ്പോയത്. കാരണം അത് സുപ്രീം കോടതി ഉത്തരവ് വരുന്നവരെ അല്ലെങ്കിൽ നിലവിൽ അതുമായി ബന്ധപ്പെട്ട കേസ് നടക്കുന്നവരെ ഒരു കാലതാമസം നേരിടേണ്ടതിന് പകരം ഹർജിക്കാർക്കൊപ്പം നിൽക്കേണ്ട ഒരു നിലപാടിലേക്ക് അഭിഭാഷകൻ പോയി എന്നാണ് പരക്കെ ഉയർന്ന വിമർശനം. ഹർജിക്കാർക്കൊപ്പം നിന്നിട്ടില്ല, തെറ്റായ ധാരണയാണ്. ഹർജിക്കാർക്കൊപ്പം എന്തിനാ നിൽക്കുന്നത്? അതിനകത്ത് നിലവിലുള്ള സെൻട്രൽ ആക്ട്, ആ ആക്ടിനകത്ത് എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് മെൻഷൻ ചെയ്തു എന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. അത് തെറ്റായ പ്രചരണമാണ്. അതിനകത്ത് യാതൊരു അടിസ്ഥാനമില്ലാത്ത പ്രചരണമാണ്. നിയമം എന്താണോ പറയുന്നത് ആ നിയമത്തിനൊപ്പം നിന്നു. നിയമം അത് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. നിയമനവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ആ ഒരു നിലപാട് ഉറക്കുന്നു. അതിനെക്കുറിച്ച് KS സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രിയെ കണ്ടതിനെ കുറിച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞതിനപ്പുറത്ത് ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞു ശരിയാണ്. മുഖ്യമന്ത്രിയെ ഇതുവരെ നിങ്ങൾ മുഖ്യമന്ത്രി കാണുന്നില്ല എന്നായിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രിയും KS പ്രസിഡന്റും പരസ്പരം കണ്ടു, സംസാരിച്ചു. KSUവിന് എന്താണോ പറയാനുള്ളത് അത് അവര് മുഖ്യമന്ത്രിയോട് പറഞ്ഞു. മുഖ്യമന്ത്രി അത് കേട്ടു. അതോടെ അത് കഴിഞ്ഞു. പറഞ്ഞല്ലോ, 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. മന്ത്രി MP രാജേഷ് അടക്കമുള്ള ഒരു മാധ്യമങ്ങൾ കണ്ടപ്പോഴേ ഈ പഞ്ചായത്ത് ഭരണത്തിൽ തന്നെ പൂർണ്ണമായി കൂടി പറ്റിമറിക്കുന്നു. പഞ്ചായത്തേക്ക് വേണ്ട ഫണ്ട് പോലും കൊടുക്കുന്നില്ല. സർക്കാർ എല്ലാ വിധത്തിലും പ്രതിരോധത്തിലാക്കാതെ പ്രാദേശിക വികസനം ഇല്ലാതാക്കുന്നു എന്നൊരു വിമർശനം ഉന്നയിക്കുന്നു. ആരാ പറഞ്ഞത്? മുൻ മന്ത്രി രാജേഷ് അല്ലെ? MP രാജേഷ് 100% അങ്ങനെ പറയാനുള്ള ഒരു ധാർമ്മികമായ അവകാശമുള്ള ആളാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ അവസാന ഗഡു കൊടുക്കേണ്ടത് LDF ഗവൺമെന്റ് ഇരിക്കുമ്പോഴാണ്. ആ ഗഡു കൊടുക്കാത്ത മന്ത്രിയാണ് ഇപ്പോൾ ഈ ഗവൺമെന്റിനെ കുറിച്ച് ഇങ്ങനെ ആക്ഷേപം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അർഹത ഉണ്ടല്ലോ. കാരണം കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് പഞ്ചായത്ത് ഫണ്ടുകൾ ഇതുപോലെ വെട്ടിക്കുറച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. 3ാമത്തെ ഇൻസ്റ്റാൾമെന്റ് കൊടുത്തില്ല. കഴിഞ്ഞ ഗവൺമെന്റ് ഇറങ്ങിപ്പോകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട 3ാമത്തെ ഗഡു കൊടുക്കാതെയാണ് ഇറങ്ങിപ്പോയത്. എന്നിട്ടാണ് ഇപ്പോൾ ശ്രീ രാജേഷ് UDFനെ വിമർശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് അതിനൊക്കെ ഉള്ള ഒരു അർഹതയും യോഗ്യതയൊക്കെ ഉണ്ട് എന്നുള്ളത് ബോധ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്രേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. അല്ല, ഞങ്ങൾ വന്ന് 2 മാസം പൂർത്തീകരിക്കുന്നു. 18-ന് പൂർത്തീകരിച്ച് ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് കൊടുക്കാനുള്ള എല്ലാ നടപടിയും ഞാൻ മനസ്സിലാക്കുന്ന 1ാം ഘട്ടം കൊടുത്തു എന്നുള്ളതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള 1ാം ഘട്ടം കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത 2 ഘട്ടങ്ങളായിട്ട് പിന്നെ കൊടുക്കേണ്ടത് അത് കൊടുക്കും. പരമാവധി നിലവിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തുകളെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് UDFന്റെ നയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അർഹതമായത് UDF ഗവൺമെന്റിന്റെ കാലത്ത് കൊടുക്കും. LDF ഗവൺമെന്റിന്റെ കാലത്തുള്ള ഒരു കീഴ്വഴക്കമായിരിക്കില്ല UDFന്റേത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സ്ട്രെങ്തൻ ചെയ്യുന്ന നടപടിയായിരിക്കും ഞങ്ങളുടേത്. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പല ചർച്ചകൾ ഇപ്പോൾ KPCC ഭാരവാഹികളൊക്കെ തന്നെ മന്ത്രിമാരൊക്കെയായി KPCCയുടെ പ്രവർത്തനം തന്നെ നിശ്ചലമാകുമെന്നുള്ള വിമർശനം പലരും പങ്കുവെക്കുന്നുണ്ട്.
ഞാൻ KPCC കഴിഞ്ഞ 2 മാസമായിട്ട് KPC പ്രസിഡന്റ് മന്ത്രിസഭയിലുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ KPCCയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് വളരെ വിപുലമായ രീതിയിൽ KPCCയിലും മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ എല്ലാ ജില്ലകളിലും KPCCയുടെ നിർദ്ദേശപ്രകാരം ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനം വളരെ വിപുലമായിട്ട് ആചരിച്ചത്. അതുപോലെ തന്നെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുഴുവൻ നടന്നു പോകുന്നുണ്ട്. പിന്നെ അദ്ദേഹം മന്ത്രിസഭയിൽ വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് കുറെ കൂടി സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി സ്ഥാനം മാറിയാൽ ഉചിതമായിരുന്നു എന്ന് അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നേതൃത്വം ഇടപെട്ട് അതിന് ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കും. ഒരു ധൃതി പിടിക്കേണ്ട ഒരു കാര്യമില്ല. കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നു പോകുന്നുണ്ട്. സംഘടനാപരമായ കാര്യങ്ങളിൽ 2 മാസം നടക്കേണ്ട എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. മറിച്ച് ചിലതൊക്കെ പറയുന്നത് നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ് പറയുന്നത്. ഞങ്ങളെ വർക്കിന്റെ കാര്യത്തിൽ വലിയ പ്രയാസമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ വഖഫ് ബോർഡ് വിഷയത്തിൽ കോടതിയിൽ